എത്ര ആളുകൾക്കാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളല്ലേ ഇന്ന് മടവൂരിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിഎം വലിയുല്ലാഹി പറഞ്ഞതല്ലേ, മടവൂര് അജ്മീർ പോലെയാകുമെന്ന്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസങ്ങളിൽ മടവൂര് വന്നു പോകുന്നത്. അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ആ ദർബാറിൽ പോയി രാജാവിനോട് പറയുമ്പോ സുബ്ഹാനല്ലാഹ് എല്ലാത്തിനും പരിഹാരമാണ്, എല്ലാ വിഷയത്തിലും പരിഹാരമാണ് സിഎം വലിയുല്ലാഹിയെ കൊണ്ട്. പൊന്നാരൻ്റെ സിറാജുദ്ദീനെ, എന്നിട്ട് എൻ്റെ പെണ്ണുങ്ങൾ ചക്രസാസം വലിച്ചപ്പോൾ ആ സഹോദരിയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇവൻ്റെ ഈ വിവരക്കേട്, ഇവൻ ഇനി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാട്ടും പാടിയിട്ട് തന്നെ നടക്കുക. അത് അന്ന് അവൻ പാട്ട് പാടണോ പാടണ്ടേ എന്നുള്ളത് ഓനല്ല, നിങ്ങൾ തീരുമാനിക്കുക, ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ മനുഷ്യൻ ഇവനിവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ്, എന്ത് പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ CM മടവൂരിനോട് ഇങ്ങനെ പറഞ്ഞോളി നേടിത്തരുന്ന പറഞ്ഞത്. ആ സ്ത്രീ മരിക്കാൻ കാരണം ഒറ്റ ഒരുത്തനാണ്. 10,000-കണക്കിന് രോഗികളുടെ രോഗം മാറ്റിക്കൊടുത്ത CM മടവൂരി എന്ന പച്ച നുണ പറഞ്ഞ ഈ മുസ്ലിയാർ, ഇയാൾ വെള്ളം ഊതി കൊടുത്തുക. ഇൻറ്റേർണൽ ബ്ലീഡിങ്, പ്രസവാനന്തരമുള്ള ബ്ലീഡിങ്, നിലക്കാത്ത രക്തപ്രവാഹം നടക്കുന്ന, ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സഹോദരിക്ക് ഈ മനുഷ്യൻ വെള്ളം ഊതി കൊടുത്തുകയാണ്, മതിയായ ചികിത്സ നൽകാതെ. ഓക്കെ, ഇനി ഇയാളെക്കുറിച്ച് കുരുവട്ടൂരികൾ തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ട്. കുഞ്ഞായ്മത് പറഞ്ഞത് സിറാജുദ്ദീൻ ലത്തീഫി ആലപ്പുഴയിൽ നിന്നും മലപ്പുറം വാടക വീട്ടിൽ താമസം മാറാൻ കാരണം കാന്തപുരം സംസ്ഥയിലെ ഗുണ്ടായിസമോന്ന്. കാന്തപുരം സംസ്ഥയിൽ ഗുണ്ടായിസം ഉണ്ടോ ഇല്ലേ എന്നുള്ളപ്പോൾ കാന്തപുരം സംസ്ഥയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ഇപ്പോൾ നിങ്ങളൊക്കെ. കുരുവട്ടൂരികളൊക്കെ കാന്തപുരം സംസ്ഥയിൽ ഉണ്ടായിരുന്ന, അവിടെ ഗുണ്ടായിസം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ, കേൾക്കാം നമുക്ക്. ഈ സിറാജുൽ ലത്തീഫ് നിങ്ങളെ സംഘടനയെ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ അല്ലേ? ഞങ്ങളെ സ്റ്റേജിൽ അദ്ദേഹം വരാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ചൊവ്വാല് മുതല് ഒരു കൊല്ലമാകുന്നുള്ളൂ, ഒരു കൊല്ലം പൂർത്തിയാകുന്നുള്ളൂ. അതിന്റെ മുമ്പ് നടന്ന പ്രസവം, എത്ര പ്രസവം വീട്ടിൽ നിന്ന് നടന്നു? ആരാ ഉത്തരവാദി? പറങ്ങള് ആരാണ് ഉത്തരവാദി? എന്നിട്ട് അതൊക്കെ വഴിതിരിച്ചു വിട്ടിട്ട് എന്താ നിങ്ങളെ പിന്നിലുള്ള ഗൂഢലക്ഷ്യമെന്നൊക്കെ തിരിച്ചറിയാൻ മാത്രം ഈ രാജ്യത്തെ ഉത്ബുദ്ധരായ സമൂഹത്തിനറിയാം. ഉത്ബുദ്ധരാണ് കേരളീയ സമൂഹം, ഉത്ബുദ്ധരാണ് കേരളീയ സമൂഹം, അതിൽ യാതൊരു സംശയവുമില്ല. പ്രബുദ്ധ കേരളം, ഉത്ബുദ്ധ കേരളം, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ അതിൽ കുറച്ച് വിഭാഗങ്ങളുണ്ട്, വെറും വിവരക്കേടും അന്ധവിശ്വാസവും നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്ന ജനങ്ങളില്ലേ, ഓല ഉത്ബുദ്ധരാന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല, കാർലേ എന്ന് പറയും. പറയ്. ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾ, അയാള് ആലപ്പുഴ ജില്ലക്കാരന്, ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ ആ ഭാഗത്ത് താമസിക്കുന്നയാളാ. അയാൾക്ക് സ്വന്തമായിട്ട് അവിടെ വീടുണ്ട്, സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലേക്ക് താമസം മാറ്റേണ്ടി വന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ജാറങ്ങൾ കൂടുതലുള്ളത് മലപ്പുറം, കോഴിക്കോട്, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ കുറവാണ് അല്ലേ? തൃശ്ശൂർ കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നു. എന്തായാലും മലപ്പുറം, കോഴിക്കോട് ഭാഗത്തു കൂടെയൊക്കെ കണ്ടമാനം ജാറകളുണ്ട്. അതിൽ പേര് കേട്ടൊരു ജാറാണ് CM വലിയുള്ളാൻ്റെ മടവൂർ മക്കാമ്. അത് സംബന്ധമായിട്ട് കള്ളക്കറാമത്തും പറഞ്ഞ് നടക്കുന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഈ മലപ്പുറം ജില്ല, അതുപോലെ കോഴിക്കോട്, തൃശ്ശൂർ, ആ ഒരു ഏരിയയിൽ കൂടിയൊക്കെ കള്ളക്കറാമത്തിൻ്റെ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, ആലപ്പുഴയിൽ ഈ CMുമായിട്ട് ബന്ധമുള്ള ആൾ ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ മലപ്പുറം, കോഴിക്കോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ CMനെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വിശ്വസിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ്, അല്ല അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എന്താ പറ, നിങ്ങളുടെ സംഘടനയിൽ നിന്ന് മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറഞ്ഞയാൾ രംഗത്ത് വന്നപ്പോ അയാളെ ചാനലിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി എത്രയോ കാണികളുള്ള ആ വലിയ സംവിധാനം നിങ്ങൾ ഒരു കാലത്ത് സംഘടനക്ക് ഉപയോഗപ്പെടുത്തി. എല്ലാവരും അതിൽ കയറി പ്രസംഗിച്ചു. കാന്തപുരം EP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സർവ്വ നേതാക്കന്മാരും അതിൽ പ്രസംഗിച്ചവരല്ലേ? അവസാനം നിഴൽവാദിയായ പേരോട്ടുകാരൻ മൗലവി മടവൂർ ശൈഖുനക്കെതിരെ തിരിഞ്ഞു. കറാമത്ത് പറയാൻ പാടില്ല, ശൈഖുനായുടെ ഉന്നതി പറയാൻ പാടില്ല എന്നുള്ള വിഷയം വന്നപ്പോ അതിന് സംഘടനയുടെ മേലൊപ്പ് കിട്ടണമെന്ന് മനസ്സിലാക്കി മടവൂർ കാഫിലയുമായി സംഘടനക്ക് ബന്ധമില്ല എന്ന പത്രപ്രസ്താവന ഇറക്കി.
ഒരു മിനിറ്റ് ഇടപെടേണ്ടതുണ്ട്. അതായത് കാന്തപുരം വിഭാഗത്തിലെ പ്രഗത്ഭനായ മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവരുടെയൊക്കെ ശത്രുവായതിൻ്റെ ആ ഒരു കാര്യം അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കറാമത്തുകൾ വല്ലാതെ ഇവരിങ്ങനെ ഈ കൊറോണ കാലത്ത് പണിയും തൊഴിലും ഇല്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് ഏണിങ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആളുകളെ പിഴവിലേക്ക് ആളുകളെ പിഴച്ച വിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ യൂട്യൂബ് ചാനൽ പോലും യൂട്യൂബ് കൂടി തന്നെ ഇരുന്നത് വല്ലാണ്ട് തള്ളി വിട്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ ഫേസ്ബുക്ക് പേജുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്തു, അത് വ്യക്തമായിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഉത്ബോധനം നൽകി. ഈ പറയുന്ന കള്ളക്കറാമത്ത് ഇതിന് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല, ഈ മൂല്യന്മാർ പച്ച നുണ പറയാണ് എന്നുള്ള കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇരു സമസ്തയ്ക്കും അവരുടെ മുഷാവറയ്ക്ക് നിങ്ങളെ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇന്നത്തെ കാലം പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ട് ഒരിടത്ത് എന്തെങ്കിലും ഒരു പൊള്ളു പറഞ്ഞാൽ അത് ആ ഇരിക്കുന്ന ആൾക്കാർ മാത്രമേ കേൾക്കുകയുള്ളൂ. അവറ്റക്ക് ഈ എഴുത്തും വായനയിലേക്ക് കിതാബുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അവറ്റത് വിശ്വസിച്ചോളും. ഇനി വിശ്വസിച്ചിട്ടില്ലെങ്കിലും അത് പുറത്തേക്ക് വല്ലാതെ കുറ്റം പറഞ്ഞു പോകില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലൈവുകളുടെ കാലമാണ്, സോഷ്യൽ മീഡിയ യുഗമാണ്. ആൽഫ ജനറേഷനും കഴിഞ്ഞിട്ട് പുതിയ എന്താ ജനറേഷൻ വന്നിക്കണോ. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിലേക്കും അത് എത്തിക്കാൻ കഴിയും. ആ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയുവാൻ അല്ലേ, അതിനു വേണ്ടിക്കൊണ്ട് കിതാബുകൾ ഓൺലൈൻ മീഡിയകളിലൂടെ, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, AI സിസ്റ്റത്തിലൂടെയൊക്കെ സംവിധാനത്തിലൂടെയൊക്കെ നമുക്കിന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വിരൽത്തുമ്പിലിരിക്കുന്ന മൊബൈലിലൂടെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിലൂടെയും മറ്റു നൂതന സാങ്കേതിക വിദ്യകളിലൂടെ അതെന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അറബി മാത്രമേ അറിയുള്ളൂ. അറബി അല്ലാതെയും ഇത് അറബിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലൂടെയും മലയാളത്തിലൂടെയും ഉറുദുവിലൂടെയും ലോകത്തെല്ലാ ഭാഷയിലൂടെയും നിങ്ങൾ അറബി മാത്രമായിട്ട് പഠിച്ച കാര്യം ഈ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ കള്ളക്കറാമത്ത് അത് കള്ളക്കറാമത്താണ് എന്നുള്ളത് നിങ്ങളെ പോലെ ലോഡ് കണക്കിന് 2 പെട്ടിയോടർച്ചകളെ കിതാബ് ഓതിയിട്ടാവും ഓനീ കള്ളക്കറാമത്ത് പറയുന്നത്. ഒരു കിതാബ് ഓതാതെ, സത്യമാണ്, ഒരു കിതാബ് ഓതാതെ ഇതുപോലൊരു സാധനം പിടിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് മറുപടി അറിയാൻ തുടങ്ങും. അപ്പോൾ എന്താക്കി, ഇരു സമസ്തകളും വിശ്വാസയോഗ്യമല്ലാത്ത കള്ളക്കറാമത്തുകൾ, വിശ്വാസയോഗ്യമല്ലാത്തതെന്ന് പറഞ്ഞാൽ കള്ളക്കറാമത്ത്, നിങ്ങൾ കള്ളക്കറാമത്ത് ഇങ്ങനെ വിളിച്ച് പറയണ്ട, ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, ഈ കള്ളക്കറാമത്തുമ്പോൾ ജീവിക്കണ ഈ കുഞ്ഞായ്മദിനും അതുപോലെ തന്നെ കുഞ്ഞായ്മദിൻ്റെ കൂട്ടാളി നൗഷാദിനും, ഇത് നൗഷാദ് ഒതുക്കുങ്ങൽ അഹ്സനിയാണ് തോന്നുന്നു. അതുപോലെ തന്നെ വേറെ കുറേ വേറെ ബീഡിക്കുറ്റി ഉണ്ടല്ലോ, ഒരു അൻവരി, ഓലിക്കൊക്കെ അത് വല്ലാണ്ട് ദഹിച്ചില്ല. എന്തുണ്ടായത്, ഓല് പഠിച്ചതൊന്നും പ്രാവർത്തികമാക്കാൻ പോലെയും കൊണ്ട് കഴിയൂല. ഓൽക്ക് ഈ കള്ളക്കറാമത്തും ഈ മങ്കൂസും ഈ കുങ്കൂസും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പൊയ്ത്തും പോരും തന്നെ വിറ്റൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്താക്കി, ഈ പേരോടിനെതിരെ ഇവരിറങ്ങി. ഇവർ പറഞ്ഞത് എന്താണ്, പേരോട് കള്ളക്കറാമത്ത് പറയേണ്ടെന്നും പറയുന്നിട്ട് പേരോട് കള്ളക്കറാമത്ത് പറയും ചെയ്യും. അതൊരു സത്യമാണ് ഇല്ലേ. അപ്പോൾ അതാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ചുരുക്കം. എന്തായാലും കുറച്ചും കൂടി അദ്ദേഹം പറയട്ടെ. ആ മനുഷ്യനെ നിങ്ങൾ ഒറ്റപ്പെടുത്തി, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ വീട്ടിൽ ഗുണ്ടായുസം കളിച്ചു, അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള നീതി അവിടെ നിഷേധിച്ചു. അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലേക്ക് അദ്ദേഹം താമസം മാറ്റി. ഒരു മിനിറ്റ്, ഇത് പൊട്ടത്തരാണ് പറയണെന്നുള്ളത് ആ പൊട്ടം പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിക്കണ്ട. ആ പറഞ്ഞതുണ്ടല്ലോ, അതിൽ ആലപ്പുഴയിലാണോ AP-കാർക്ക് ശക്തി കൂടുതൽ അതോ ഇവിടെ മലപ്പുറത്താണോ? ആലപ്പുഴയിലുള്ള AP-കാർ മൂപ്പരെ ജീവിക്കാൻ സമ്മതിപ്പിക്കാതെ എവിടേക്ക് എത്തിച്ചിരിക്കുന്നത്, AP-കാരും EK-കാരും ഒക്കെ കൂടുതലുള്ള മലപ്പുറത്തേക്ക്. എന്തിനാ ചങ്ങായി എങ്ങനെ ബ്ലണ്ടർ അടിക്കണേ? ഇത് നുണയാണ് എന്നുള്ളത് പറയണ അണക്കറിയില്ലെങ്കിലും കേൾക്കണ ഞങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എന്നിട്ട് പറയാം. താമസം മാറ്റി. ഇതൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഗുണ്ടായിസമാണ്. ഞങ്ങളെ മശായിഖന്മാര് രോഗം വരുമ്പോ ചികിത്സിക്കാൻ ഇപ്പൊ ഞങ്ങളെ ഭാര്യമാരൊക്കെ, അഹ്സനി ഉസ്താദിന്റെ ഭാര്യയാകട്ടെ, അൻവരി ഉസ്താദിന്റെ ഭാര്യയാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, ഞങ്ങളെയൊക്കെ ഭാര്യമാര് പ്രസവിച്ചത് എവിടെ? ഹോസ്പിറ്റലിലാണ്. ഞങ്ങളോട് ഞങ്ങളെ വന്യരായ ശൈഖുന പറയാറുള്ളത് എന്താ? രോഗം വന്നാൽ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അപ്പോൾ നൗഷാദ് അഹ്സനിയുടെ ഭാര്യയും ഈ കുഞ്ഞാമദിൻ്റെ ഭാര്യയും അതുപോലെ അൻവരിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ കുരുവട്ടൂർ ഷെയ്ഖ് ഹാഫിലിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഒക്കെ ഭാര്യമാർ പ്രസവിച്ച എവിടെയാണ്? ആശുപത്രിയിലാണ്. എന്തുകൊണ്ടാണ്? അതെന്താണ് കാരണം പറയുന്നത്? ഓല ഷെയ്ഖുനാക്കുന പറഞ്ഞിട്ടുണ്ട് രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന്. അപ്പോൾ ചെങ്ങായെ, എൻ്റെ ഭാര്യയ്ക്ക് വയറ്റിലുണ്ടായത് ഒരു രോഗമായിരുന്നോ?
ഗർഭിണി ആവുക എന്നുള്ളത് സ്ത്രീ സഹജമായ ഒരു കാര്യമാണ്. അത് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ പ്രസവിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്, അള്ളാഹു സംവിധാനിച്ചാണ്. പ്രകൃതിയുടെ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനമാണ്. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ചെറിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആശുപത്രിയാണ് നല്ലത്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രസവം, ഗർഭം, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊരു രോഗമാണ് എന്ന് പറയും. എന്താണ് നിങ്ങളെയൊക്കെ അന്തം? എവിടുന്നാ നിങ്ങളൊക്കെ അന്തം കിട്ടിയിരിക്കുന്നത്? ഏതാ നിങ്ങളെയൊക്കെ പഞ്ചായത്ത്? അല്ല, അറിയണല്ലോ അല്ലേ? ഇൻഷാ അല്ലാ പ്രിയമുള്ളവരെ, കാര്യങ്ങൾ മനസ്സിലാവണ്ടല്ലോ നിങ്ങൾക്ക്. മൈക്കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാമെന്നറിയില്ല. അതിന് വിവരക്കേടാണെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറയാൻ കുറേ അന്ധവിശ്വാസികളായ തക്ബീർ തൊഴിലാളികളുള്ള കാലത്തോളം ഇതുപോലെയുള്ള വിവരക്കേട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കഴിച്ചിലാൻ പരിച്ച കഴിച്ചിലായിക്കോളിയും, മണ്ടി കഴിച്ചിലായിക്കോളിയും എന്നാണ് ഈ സാധുവിന് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.